നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ചടയമംഗലം ഹർത്താൽ ആചരിക്കുകയാണ്. ഇന്നലെ രാത്രി പേൾ റെസിഡൻസിയുമായി ബന്ധപ്പെട്ട് CITUവിൻ്റെ തൊഴിലാളി ശ്രീ സുധീഷിനെ ആക്രമിക്കുകയും ആക്രമണത്തിൽ സുധീഷ് മരണപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ ചടയമംഗലം ഹർത്താലിലേക്ക് പോകുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ചടയമംഗലത്ത് ഇപ്പോൾ ഹർത്താലാണ് എന്നെങ്കിലും അത് ഭാഗികമാണ് എന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഈ പേരിൻ്റെ റെസിഡൻസിയുടെ മുന്നിൽ പോലീസും ഒപ്പം കുറച്ചധികം ആൾക്കാരുമൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നു. എങ്കിലും സാധാരണഗതിയിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. കുറച്ച് കടകൾ മാത്രമേ തുറക്കാൻ ഇനിയുള്ളൂ. ബാക്കിയുള്ള കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഹർത്താലിൻ്റെ പൂർണ്ണ വിവരം ഈ ഇപ്പോൾ ഹർത്താൽ ആരംഭിച്ച് ഏകദേശം ഒരു മണിക്കൂറും ഏകദേശം 20 മിനിറ്റുമേ ആയിട്ടുള്ളൂ. തുടർന്നുള്ള സമയങ്ങളിൽ ഹർത്താലിൻ്റെ പൂർണ്ണ രൂപങ്ങൾ അറിയാം. ഇപ്പോൾ ശാന്തമാണ് ചടയമംഗലം. എങ്കിലും കടകമ്പോളങ്ങൾ, ഓട്ടോറിക്ഷകൾ, സ്റ്റാൻഡ് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ സ്വാഭാവികമായും ഒരു തടസ്സവുമില്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ചടയമംഗലം ശാന്തമാണ്. എങ്കിലും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രക്കാരെയോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളെയോ ഒന്നും തന്നെ ഇവിടെ നേതൃത്വങ്ങൾ തടയുന്നില്ല. ഇപ്പോൾ ചടയമംഗലം ശാന്തമാണ്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ഒരു സംഭവ വികാസത്തെ തുടർന്ന് CITUവിൻ്റെ ഒരു തൊഴിലാളിയും പേളിലെ ഒരു ഉള്ള പേളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കുത്തിക്കൊലപ്പെടുത്തി. നമ്മുടെ പാട്ടം സ്വദേശിയായ CITU തൊഴിലാളി ഒരു ഷിനുവാണ് ഇന്നലത്തെ ആ സംഘർഷത്തിൽ മരണപ്പെട്ടത്. ഇനിയും സുധീഷാണ് മരണപ്പെട്ടത്. ഇനിയും അതിലത് ഒരു കൂടെ ഉണ്ടായിരുന്ന ഷിനു എന്ന് പറയുന്ന ഇടുക്കുപാറ സ്വദേശി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ ചടയമംഗലം പൂർണ്ണമായി ശാന്തമാണ്. എങ്കിലും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. എങ്കിലും ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. നേതൃത്വങ്ങൾ ഉൾപ്പെട്ട പലരും ഇവിടെ ചടയമംഗലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വാഹനങ്ങൾ വരുന്നുണ്ട്. യാത്രക്കാരും സുഖകരമായി യാത്ര ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട്. ഇതിനുള്ള മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് കുറച്ചുകൂടി കഴിയാനുള്ളൂ. ഹർത്താൽ ആരംഭിച്ചിട്ട് ഒരു ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റുകളോളം പിന്നിടുന്നു. KSRTC അടക്കമുള്ള KSRTC സന്നിധിയിൽ നിന്നുള്ള ചടയമംഗലം ഡിപ്പോയിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഓപ്പറേറ്റഡ് ആണ്. വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത വൈക്കോട്ടുകോണം ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും ശരി, പേളുമായി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നേതൃത്വത്തിൽ 1-2 പേർ ഉള്ളത്. അതിൽ നമുക്കിപ്പോൾ CITU നേതാവ് ശ്രീ സന്തോഷ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇന്നലെ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്കായി. ഇന്നലെ രാത്രി ഒരു 10:52 ഈ സംഭവം നടക്കുന്നത്. 10:00 കൂടിയാണ്ട് ഇവര് ഈ ഷിനു, അതോടൊപ്പം തന്നെ ഒരു ആമ്പാടി എന്ന് പറയുന്ന പയ്യൻ, ഈ സുധീഷ് ഉൾപ്പെടെ ഉള്ളവർ അവിടെ ബാറിൽ വന്ന് ഈ വണ്ടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഷിനുമായിട്ട് എന്തോരോ സംസാരം നടന്നൊരു പിടിച്ചുകളി നടന്നു. അന്നേരം ഈ സുധീഷ് ആ സ്ഥലത്തില്ല. ബാക്കിൽ നിന്ന് നടന്ന് വരുന്ന നമ്മൾ CC ക്യാമറയിൽ കാണാം. പക്ഷെ അവൻ ഈ അവിടുത്തെ ബാറിലെ ജീവനക്കാരൻ, ബാറിൻ്റെ മാനേജറൊന്നും ഉണ്ടാ പറയുന്നത്, അവൻ ഓടി വന്ന് കുത്തുന്നതാണ് ഈ
ഈ CCTV കാണുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ അവിടെ വേറെ അടിപിടിയൊന്നും നടന്നില്ല. ഒരു ചെറിയ വാക്ക് കറക്കവും പിടിച്ചുകൊള്ളുമാണ് നടന്നത്. വളരെ ദാരുണമായി CITUവിൻ്റെ ടൗണിലെ തൊഴിലാളിയാണ്. ഒരു പ്രശ്നമില്ലാത്ത ആ പയ്യനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കുത്തി ആ സെക്കൻഡിൽ തന്നെ, നെഞ്ചിനാണ് കുത്തിയത്, ആ സെക്കൻഡിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇപ്പം ബോഡി കിടക്കലുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം പാർട്ടി എന്ന നിലയ്ക്ക് നമ്മൾ രാവിലെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് ഇന്ന് തന്നെ ബോഡി അടക്കം ചെയ്യാനുള്ള അവർ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനത്തിലാണ്. പ്രതിയെ ഇന്നലെ തന്നെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി രാത്രിയിൽ ഈ നാട്ടുകാർ മൊത്തവും അവിടെ തടിച്ചുകൂടുകയും പിന്നെ പാർട്ടി എന്ന നിലയ്ക്ക് നമ്മളും എല്ലാം അവിടെ ബന്ധപ്പെട്ട് പോലീസും ബന്ധപ്പെട്ടാണ് രാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നത്. വളരെ നാട്ടിനെ മൊത്തവും നടുക്കിയ ഒരു സംഭവമാണ്. വളരെയേറെ ഭീകരമായ ഒരു സംഭവമായി. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്കായി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് CITUവിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ സന്തോഷ് അവറുകളാണ്. ഒപ്പം തന്നെ ഇവിടെ തന്നെ നേതൃത്വങ്ങൾ ഇവിടെ ഉണ്ട്. ചടയമംഗലം ഒരർത്ഥത്തിൽ ഇപ്പോൾ ശാന്തമാണ്. ഇനിയുള്ള സമയങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ അനുസരിച്ചൊക്കെ ഇങ്ങനെ ഇപ്പോൾ അങ്ങും ഇങ്ങുമൊക്കെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. എങ്കിലും ഹർത്താൽ ഭാഗികമാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ചടയമംഗലം KSRTC നിന്നുള്ള വാഹനങ്ങൾ, KSRTC സർവീസുകളൊക്കെ തന്നെ ഒരു തടസ്സവും കൂടാതെ നടക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷ ഇപ്പോൾ ഞാനിവിടെ രാവിലെ ഞങ്ങളിവിടെ സാക്ഷിയുടെ ടീം എത്തുമ്പോൾ ഏകദേശം ഒരു 10-15 ഓട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 2-3 ഓട്ടോറിക്ഷ മാത്രമാണ് ഇവിടെ ഉള്ളത്. ജനജീവിതത്തെ ഇതുവരെ ഒരർത്ഥത്തിൽ ഈ ഹർത്താൽ ബാധിച്ചിട്ടില്ല. നമുക്കെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ചടയമംഗലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. ജയകുമാർ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തോട് ഈ ഹർത്താലിനെ കുറിച്ച് ചോദിക്കാം. അദ്ദേഹം തൊട്ടപ്പുറത്ത് നിൽക്കാൻ ഞാൻ ഈ വഴി കൂടി അങ്ങോട്ട് കടന്നു ചെന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഈ പേൾ എന്ന് പറയുന്ന റെസിഡൻസി ബാറിന് മുന്നിൽ ഇപ്പോൾ പോലീസ് വ്യൂഹമുണ്ട്. സംഭവം ചടയമംഗലം ഇപ്പോൾ ഒരർത്ഥത്തിൽ ചടയമംഗലം പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയകുമാറുമായിട്ടാണ് ഇപ്പോൾ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ഹർത്താലിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ചടയമംഗലം ലോക്കൽ കമ്മിറ്റി CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. ജയകുമാർ നമ്മളൊപ്പം ചെയ്യുകയാണ്. നമസ്കാരം. ഹർത്താൽ എങ്ങനെയാണ്? ഹർത്താൽ ഞങ്ങളുടെ ഒരു CIT തൊഴിലാളി ഇന്നലെ കൊല്ലപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ടൗണിൽ വ്യാപാരി വ്യവസായികൾ സഹകരിച്ച് പൂർണ്ണമായും നമ്മളോടൊപ്പം സഹകരിച്ച് ഹർത്താൽ നടത്തുകയാണ്. നിർബന്ധിതമായി കടകൾ അടപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. ഇതിനോടൊപ്പം സഹകരിക്കുന്ന ആളുകൾ സഹകരിക്കട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആലോചിച്ചത്. ഇന്നലെ രാത്രി 10:30 നമ്മുടെ ഒരു CIT തൊഴിലാളി ഈ ചടയമംഗലത്ത് പേൾ ബാർ അവിടെ വെച്ച് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമെല്ലാം വളരെ കൃത്യമായും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമുണ്ടായി. അദ്ദേഹത്തോടുള്ള ടൗണിലെ CIT തൊഴിലാളി എന്ന നിലയിൽ ചടയമംഗലത്തെ വ്യാപാരി വ്യവസായികളാകെ തന്നെ ഇന്ന് ഹർത്താൽ ആചരിക്കണം എന്ന് അവർ തന്നെ ഞങ്ങളോട് പറയുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ രാത്രി 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് നിർബന്ധിതമായ ഒരു ഹർത്താലൊന്നും ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ചടയമംഗലത്തെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനൊരു നിർബന്ധിത ഹർത്താലിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുമില്ല. പക്ഷെ നമ്മളോടൊപ്പം ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ സഹകരിക്കുന്ന ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ ആട്ടോ റിക്ഷാ തൊഴിലാളികളും ഒക്കെ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു സ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മളോട് ചടയമംഗലം ഇപ്പോൾ ചേർന്ന് നമ്മളോട് ചടയമംഗലത്തെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. ജയകുമാറാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ ഇതാണ് നിർബന്ധിത ഒരു ഹർത്താലല്ല എങ്കിലും സ്വാഭാവികമായ അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ചടയമംഗലത്ത് അരങ്ങേറിയത്. ആ സംഭവത്തിൽ ഉണ്ടായ
ഒരു ദുഃഖമാണ് അദ്ദേഹം നമ്മളോട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സമ്പൂർണ്ണമായും റെസിഡൻസി എന്ന് പറയുന്ന ഈ സ്ഥാപനം പോലീസിൻ്റെ ചടയമംഗലം പോലീസിൻ്റെ ഈ കൈകളിലാണ്. അവർ ഇതിനകത്തേക്കുള്ള വാതിലുകൾ അടച്ചിരിക്കുന്നു. ഒപ്പം ചടയമംഗലത്ത് ഒരു നിർബന്ധിത ഹർത്താലില്ല എന്നാണ് നമ്മളോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ദാരുണമായ ആ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ CIT തൊഴിലാളികളുടെ നിർദ്ദേശം എന്നാണ് പറഞ്ഞത്. ഒരു ഹർത്താൽ ആചരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നിർബന്ധിത ഹർത്താലില്ല എങ്കിൽ തന്നെയും ചടയമംഗലത്തെ വ്യാപാരി വ്യവസായികൾ കൂടി യോജിച്ചുകൊണ്ട് അവിടെ ഇന്ന് ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും സമ്പൂർണ്ണമല്ല എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം അങ്ങിങ്ങായി കമ്പോളങ്ങൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്കായുണ്ട്. ചിലപ്പോൾ ഹോട്ടലുകൾ ഒക്കെ തന്നെ പ്രവർത്തിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അവർ ഇന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കരുതിയിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നുണ്ടായ ആകസ്മികമാണ് എന്ന് പറയേണ്ട ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പേൾ റെസിഡൻസിയുടെ ഗേറ്റ് വരെ പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ അവർ നമുക്ക് തന്നെ നിയന്ത്രണം, മാധ്യമങ്ങൾക്ക് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ അവർ പോലീസ് അവിടെ ഗേറ്റിൻ്റെ അവിടെ അടച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനപ്പുറത്തോട്ട് റെസിഡൻസിക്ക് അകത്തോട്ട് കയറി പോകാൻ കഴിയില്ല. ഹർത്താൽ എന്തായാലും പൂർണ്ണം ആണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി ലോട്ടറി കച്ചവടക്കാർ അവർ തന്നെ ടിക്കറ്റ് ഇന്നലെ തന്നെ റിസർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോട്ടറി ഓഫീസിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അവർക്ക് ഈ തുറന്നില്ല എങ്കിൽ അത് ഇന്നിപ്പോൾ വിറ്റുപോകേണ്ടതായിട്ട് നടക്കണ്ടേ, അല്ലെങ്കിൽ ലോട്ടറി ജീവനക്കാരൻ ജീവിക്കണം. അതുകൊണ്ട് ലോട്ടറി കടകളടക്കം 1-2 കടകൾ തുറന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1-2 ചായക്കടകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. KSRTC നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും നടക്കുന്നുണ്ട്. അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതിനകത്ത് പൂർണ്ണമായും സഹകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ രാവിലെ ഇവിടെ വരുമ്പോൾ ഒന്നിലധികം ഓട്ടോറിക്ഷ ഏകദേശം 10-15 ഓട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ലോട്ടറി കട കാണിക്കാൻ പറ്റില്ല. ലോട്ടറി കടകളൊക്കെ തുറന്നേ പറ്റത്തുള്ളൂ. കാരണം അവർ ഇന്നലെയൊക്കെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വിറ്റേ പറ്റുക. പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഈ പേൾ റെസിഡൻസി നടക്കുന്നത്. ഓർക്കണം, നമുക്ക് ഒരു നിസ്സാര വിഷയങ്ങൾ, കാരണം സംസാരിച്ച് തീർക്കാൻ പറ്റിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്. അവിടെ പ്രകോപനപരമായി ആര് എന്ന് പറഞ്ഞാലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പം നമുക്ക് എന്തായാലും ചടയമംഗലം ജംഗ്ഷനിലോട്ട്, ഞാനിപ്പോൾ പേളിൻ്റെ KSRTCയും പേളിൻ്റെ ഭാഗത്തു നിന്നുമാണ് സാക്ഷിയുടെ പ്രേക്ഷകർക്കായി തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. ഞാനിപ്പോൾ KSRTC ഈ പേളിൻ്റെ എന്ന് പറഞ്ഞാൽ KSRTCയുടെ ഈ ഗ്രൗണ്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുന്ന ഈ ഗ്രൗണ്ട്, ഞാൻ റോഡിൻ്റെ മറുവശത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗ്രൗണ്ട് ഈ കഴിഞ്ഞ മാസം ഇത് വീണ്ടും ടെൻഡറായിരുന്നു. ഈ ടെൻഡറിൽ ഈ പേൾ റെസിഡൻസിയുടെ മാനേജ്മെൻറ്റാണ് KSRTCയുടെ ഈ ഗ്രൗണ്ട് ഇപ്പോൾ ലേലത്തിലെടുത്തിരിക്കുന്നത്. ലേലത്തിലെടുത്തേക്കുന്നത് ലേലം അവർ ഇവിടെ വാഹനങ്ങൾ ഒക്കെ പാർക്ക് ചെയ്യാറുണ്ട്. വലിയ ഒരു ഗ്രൗണ്ടാണ് അത്. ഈ പേളാണ് ഇപ്പോൾ ഏറ്റെടുക്കുക. കാരണം അവർക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങൾ ഉള്ളൊരു സംവിധാനത്തിന് വേണ്ടിയാണ് അത് അവർ ലേലം ഏറ്റെടുത്തത്. എന്നാലും തീർച്ചയായിട്ടും ഏകദേശം 8 മണിയോട് അടുക്കുന്ന ഈ സമയത്ത് ചടയമംഗലത്തെ മിക്ക കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ഭാഗികമായി ചെറിയ കടകൾ, ഇപ്പോൾ തന്നെ ഹോട്ടൽ ന്യൂ AFS ഒക്കെ തുറന്നിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ 11 മണിക്ക് ശേഷം പ്രഖ്യാപിക്കുന്ന ഒരു ഹർത്താൽ എന്ന നിലയിൽ അവർക്ക് തുറന്നേ മതിയാകൂ എന്നുള്ളത് ഒരു ഇതാണ്. എങ്കിലും ഇവിടെ കുറച്ച് കടകൾ അത്യാവശ്യം കുറച്ച് കടകൾ മാത്രമേ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഈ ഹർത്താലിൻ്റെ പരിപൂർണത
എന്ന് പറയുന്നത് ഈ കുറച്ചുകൂടി കഴിയുമ്പോൾ ചടങ്ങുകൾ ലൈവ് ആകുന്നത് ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ്. അപ്പോൾ മാത്രമേ നമുക്ക് എന്തായാലും പിന്നെ തുറക്കേണ്ട കുറേ വിജയകൃഷ്ണ ഫിനാൻസ് ആയിരുന്നാലും അതുപോലുള്ള RS ട്രേഡേഴ്സ് അങ്ങനെ തുടങ്ങിയ കടകളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. യാത്രക്കാരും ഇന്നലെ രാത്രി മുതൽ അറിഞ്ഞവരൊന്നും തന്നെ വലിയ ആയിട്ട് തിരക്കില്ല, ചടയമംഗലത്ത്. ഇപ്പോൾ ഹർത്താൽ പരിപൂർണമല്ല, ഭാഗികമായിട്ടാണ്. 1-2 കടകൾ അങ്ങും ഇങ്ങുമായിട്ടുള്ള കടകൾ സംഭവങ്ങൾ തുറന്നിട്ടുണ്ട്. ചില ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. പറഞ്ഞില്ലേ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ലോട്ടറി കച്ചവടക്കാരൊക്കെ തുറന്നിട്ടുണ്ട്. കാരണം അവർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുന്നത് കൊണ്ട് പിന്നെ അവർക്ക് ടിക്കറ്റ് വിറ്റ് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള 1-2 കടകൾ തുറന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സംഘർഷഭരിതം എന്ന് പറയാനുള്ള ഒരു കാര്യമില്ല. കാരണം ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത്. അതിൽ 2 പേർക്കാണ് കുത്തേറ്റിരിക്കുന്നത്. അതിൽ ഷിനു എന്ന് പറയുന്ന ഇടുപ്പാറ സ്വദേശി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുതരം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത്. എങ്കിലും സുധീഷ് 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുധീഷ്. അദ്ദേഹം ചടയമംഗലത്തെ CATU തൊഴിലാളിയാണ്. വളരെ നാളുകളായി ഇവിടെ CATUവിൻ്റെ തൊഴിലാളിയെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 37 വയസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളാണ് ഇത്തരം അക്രമങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ദയനീയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ചടയമംഗലം ശാന്തമാണ്. ചടയമംഗലം ഒരു ടൗൺ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ചടയമംഗലം പോലീസിൻ്റെ കൈകളിലാണ്. അത് വളരെ സുരക്ഷിതമായി, വളരെ സംഘർഷഭരിതമാക്കാതെ അവർ വളരെയധികം അധ്വാനം ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാനിപ്പോൾ ഈ നടക്കുന്ന ഈ വഴികളിലൊക്കെ തന്നെ ഒരു ദിവസം ഏകദേശം 10-50 ഓട്ടോറിക്ഷകൾ ഇവിടെ വന്ന് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇന്നൊന്നും ഒരു ഓട്ടോറിക്ഷയെ കാണാനില്ല. അവരൊക്കെ സഹകരിക്കുന്നുണ്ട് ഈ ഹർത്താലിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേരിനെണ്ണാവുന്ന കുറച്ച് ഓട്ടോറിക്ഷകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സർവീസും സുഖമായി നടക്കുന്നു. അവരെ യാതൊരു വിധത്തിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹർത്താലാണ് ചടയമംഗലം എന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഹർത്താലിൻ്റെ ഏറ്റവും വലിയ മുത്തന്, അതായത് തിരുവൈക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം എന്ന പൊങ്കാല ഏകദേശം 9 മണിയോടുകൂടി നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് ഹർത്താൽ അനുകൂലികൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്നും അവർ തടസ്സം സൃഷ്ടിക്കുന്നില്ല. ഇന്നലെ ദയനീയമായ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് വ്യാപാരി വ്യവസായികളോടും മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ടാക്സി ഡ്രൈവേഴ്സോടും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഹർത്താൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ചടയമംഗലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സംഘർഷാവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ പ്രകടനമോ അല്ലെങ്കിൽ പ്രതിഷേധ യോഗമോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അത്യാവശ്യം ചില കടകളും കമ്പോളങ്ങളൊക്കെ തുറന്നു ഒഴിച്ചാൽ ഇവിടെ ഒരുപാട് നേരത്തെ തുറക്കപ്പെടുന്ന ചില മെഡിക്കൽ സ്റ്റോറുകൾ പോലും അല്പം കഴിഞ്ഞ് തുറക്കാം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു നാടിനെ നടുക്കിയ ഒരു വലിയ സംഭവമാണ് ഇന്നലെ ചടയമംഗലത്ത് അരങ്ങേറിയത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഒരു നാട് മൊത്തം ദുഃഖത്തിലെത്തി. ഇതിവിടെ ഒക്കെ തുറക്കേണ്ട കടകളൊന്നും തന്നെ ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള വിശേഷങ്ങളുമായി സാക്ഷി TV അല്പസമയത്തിനുള്ളിൽ നിങ്ങളോടൊപ്പം എത്തുന്നതായിരിക്കും. ഇവിടുത്തെ ചടയമംഗലത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ചടയമംഗലത്തെ വിശേഷങ്ങളുമായി പ്രതിഷേധ യോഗമോ പ്രകടനമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളുണ്ടാകും. തൽക്കാലം ഞാൻ ഈ തത്സമയ സംപ്രേഷണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഇന്നത്തെ ഒരു ദിവസം, എല്ലാ ദിവസവും മിക്കവാറും ഒക്കെ ഞാൻ തത്സമയം തുടങ്ങുമ്പോൾ ശുഭദിനവും ഒക്കെ ആശംസിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. എങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കങ്ങനെ ശുഭദിനം നേരാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് അങ്ങനെ ശുഭദിനം നേരുന്നില്ല. തൽക്കാലം ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും
ഇവിടുത്തെ ഇന്നത്തെ ചടയമറ്റ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളുമായി അടുത്തൊരു സമയം സാക്ഷി TV ചേരുന്നതായിരിക്കും. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.